ലോകകപ്പ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാൻ നെതർലൻഡ്സിനെതിരെ പിടിമുറുക്കുകയാണ്. ഈ മത്സരം ജയിച്ചാൽ അഫ്ഗാന് സാധ്യതകളുണ്ടോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അഫ്ഗാനിസ്ഥാന്റെ സാധ്യതകൾ. വേൾഡ് കപ്പിൽ ഇനിയുള്ള അഫ്ഗാനിസ്ഥാന്റെ സാധ്യതകൾ. ഇന്നത്തെ മത്സരം ജയിച്ചാൽ അഫ്ഗാനിസ്ഥാന്റെ സാധ്യതകളുണ്ടോ? പിന്നെ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അതൊന്ന് ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സാധ്യതകളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരെ ഗൂഗിളിൽ നമുക്ക് അഫ്ഗാനിസ്ഥാൻ്റെ സ്റ്റാറ്റസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അതായത് ഇന്നത്തെ മത്സരത്തിൽ നെതർലൻഡ്സുമായിട്ടുള്ള മത്സരമാണ്. 115 റൺസിന് 6 വിക്കറ്റുകൾ അഫ്ഗാനിസ്ഥാൻ നേടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു വിജയം മണക്കുന്നുണ്ട്, വിജയ സാധ്യത മണക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ടേബിൾ നോക്കാം. ടേബിളിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ എത്രാം സ്ഥാനത്താണ്? അഫ്ഗാനിസ്ഥാൻ 6ാം സ്ഥാനത്താണ്, 6th പ്ലേസ്. നെറ്റ് റൺ റേറ്റും അഫ്ഗാനിസ്ഥാൻ 0.7. ഓക്കെ, അതിന് തൊട്ട് താഴത്തായിട്ട് ശ്രീലങ്കയുണ്ട്. ശ്രീലങ്ക -1 ആണ്. ഓക്കെ, നെറ്റ് റൺ റേറ്റ് കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ജയിക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ എവിടത്തേക്കെത്തും? നേരെ ന്യൂസിലൻഡ് തൊട്ട് താഴത്തായിട്ട് നിൽക്കും അല്ലേ? ന്യൂസിലൻഡിന് തൊട്ട് താഴത്തായിട്ട് നിൽക്കും. അപ്പോൾ 8 പോയിൻറ്റുമായിട്ട് അഫ്ഗാനിസ്ഥാൻ 5ാം സ്ഥാനത്ത് നിൽക്കും. 5ാം സ്ഥാനത്ത്. ഇനി നമുക്ക് അഫ്ഗാനിസ്ഥാൻ്റെ അടുത്ത മത്സരം ആരുമായിട്ടായിരിക്കും നോക്കാം. നമുക്ക് അഫ്ഗാനിസ്ഥാൻ്റെ ഇനി 10 നവംബറിന് സൗത്ത് ആഫ്രിക്കയുമായിട്ടാണ് മത്സരം. സൗത്ത് ആഫ്രിക്കയുമായിട്ട്. പിന്നെ ഓസ്ട്രേലിയയുമായിട്ടൊരു മത്സരം വരുന്നുണ്ട്. നവംബർ 7-ന് ഓസ്ട്രേലിയയുമായിട്ട് മത്സരം വരുന്നുണ്ട്. 2 മത്സരങ്ങളാണ് അഫ്ഗാനിസ്ഥാനുള്ളത്. ഓസ്ട്രേലിയയുമായിട്ടും സൗത്ത് ആഫ്രിക്കയുമായിട്ടും. രണ്ടും മികച്ച ടീമുകളാണ്. 2 മികച്ച ടീമുകളെയാണ് ഇനി അഫ്ഗാനിസ്ഥാന് നേരിടാനുള്ളത്. ഇതിൽ ജയിച്ചാൽ പോലും ചിലപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ സാധ്യതകൾ വിരളമാണ്. കാരണം 2 ശക്തമായ ടീമുകളോട്, ദക്ഷിണാഫ്രിക്കയോടും ഓസ്ട്രേലിയയോടുമാണ് ഇനി അഫ്ഗാനിസ്ഥാനെ നേരിടാനുള്ളത്. 2 മികച്ച ഫോമിലുള്ള 2 ടീമുകളാണ്. ഇനി അവരോട് 2 പേരുമായിട്ട് ജയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാന് സെമിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. 8, 10, 12 പോയിൻറ്റുമായിട്ട് മറ്റു ടീമുകളെ ആശ്രയിച്ചായിരിക്കും അഫ്ഗാനിസ്ഥാൻ്റെ സെമി പോരാട്ടം. കാരണം വെച്ചാൽ ഇവിടെ സൗത്ത് ആഫ്രിക്കയെ അഫ്ഗാനിസ്ഥാൻ തോൽപ്പിക്കുകയാണെങ്കിൽ, ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ തോൽപ്പിക്കുകയാണെങ്കിൽ 12 പോയിൻറ്റുമായിട്ട് അഫ്ഗാനിസ്ഥാൻ മുകളിലേക്ക് കയറും. പക്ഷേ അതിനിടയിൽ സൗത്ത് ആഫ്രിക്ക ഒന്ന് ജയിക്കുകയാണെങ്കിൽ 14 പോയിൻറ്റുമായിട്ട് സൗത്ത് ആഫ്രിക്ക കയറും. ഓസ്ട്രേലിയ 8 പോയിൻറ്റ് മാത്രമേ ഉള്ളൂ. ഓസ്ട്രേലിയ ഇനിയെല്ലാം തോറ്റാൽ മാത്രമേ അഫ്ഗാനിസ്ഥാൻ ഇവിടെ സാധ്യതകളുള്ളൂ. അതുപോലെ ന്യൂസിലൻഡും തോറ്റാൽ മാത്രമേ അഫ്ഗാനിസ്ഥാൻ ഇവിടെ സാധ്യതകളുള്ളൂ. അഫ്ഗാനിസ്ഥാൻ എല്ലാം ജയിക്കുകയും വേണം. എങ്കിൽ മാത്രമേ അഫ്ഗാനിസ്ഥാൻ ഇവിടെ സാധ്യതകളുള്ളൂ. ഓക്കെ, പ്രതീക്ഷിക്കാം. വളരെ മനോഹരമായിട്ടുള്ള പ്ലേ ആണിപ്പോൾ അഫ്ഗാനിസ്ഥാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അട്ടിമറികൾ പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു.